ലവ് ലെറ്റർ നിൻ കൈകളിലെത്താൻ പോകുന്നു. ലവ് ലെറ്റർ ലവ് ലെറ്റർ നീ കാണാൻ എന്റെ വൈകുന്നു. മിഴികളിൽ ഒരു രാവിൻ നിലവായി വരികളിൽ പ്രണയത്തിൻ പൂവായി തിരികയായി നീ അണയൂ പെൺകൊടി. കണ്ണിലോ ഒരു പ്രണയം വിടരും പൂവിലോ തിരി തെളിയാതുലയും നെഞ്ചകം നിറയാതൊന്നുലയും കൺമണി. നീ തേടും വഴിയേതോ ഒരു കാറ്റിൻ മുകിലാകാൻ മഴയാകെ പൊഴിയുന്നു തിരികെ. ലവ് ലെറ്റർ ലവ് ലെറ്റർ നിൻ കൈകളിലെത്താൻ പോകുന്നു. ലവ് ലെറ്റർ ലവ് ലെറ്റർ നീ കാണാൻ എന്റെ വൈകുന്നു. അറിയാതെ നിറമാറിൽ നീ എന്നും ചായുന്നു. അരികിൽ നീ പോകുന്നു പൂങ്കൊടി. ലവ് ലെറ്റർ ലവ് ലെറ്റർ നിൻ കൈകളിലെത്താൻ പോകുന്നു. ലവ് ലെറ്റർ ലവ് ലെറ്റർ നീ കാണാൻ എന്റെ വൈകുന്നു മിഴികളിൽ. എൻ്റെ 12ാമത്തെ വയസ്സിലാണ് ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത്. ഇത്രയും വർഷം സമയമെടുത്തു, എന്നാലും ഇപ്പോഴാണ് ഒരു അവസരം ഒത്തു വന്നത്. നിനക്ക് എന്നെ ഇഷ്ടമാണോ ഇഷ്ടമല്ലെന്ന് ഒരു വാക്ക് പറയണം. നീ ആരെയാ പേടിക്കണേ? നിൻ്റെ അച്ഛനാ പാക്കരനെയോ? ഹാ പറ, എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ? എണിച്ചു പോടോ. ഉറങ്ങാനും സമ്മതിക്കില്ല. 12 വർഷമായിട്ട് ഞാൻ കേൾക്കാം. കിടന്നുറങ്ങാൻ നോക്ക്. നിനക്കതൊക്കെ പറയാം. എൻ്റെ 12ാമത്തെ വയസ്സിലാണ് ഞാൻ അവളെ ആദ്യമായിട്ട് കണ്ടത്. ഊതിക്കൊണ്ടിരിക്കണം. ഊതിക്കൊണ്ട് നടക്കണം. ആഹാ വേണ്ട വേണ്ട കൂറങ്ങോട്ട് ചിരിക്കട. അന്ന് അവൾ പെരുക്കിയിട്ടിട്ട് പോയ ബലൂണ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിഷമം വരുമ്പോൾ അത് ഞാനെടുത്ത് പെരുക്കും. നിനക്കൊരു കാര്യം അറിയോ? ഇന്നലെയും കൂടെ ഞാനത് പെരുക്കിയതേ ഉള്ളൂ. അതെടുത്ത് പെരുക്കുമ്പോൾ അവളുടെ ശ്വാസം എൻ്റെ ചുണ്ടിൽ തട്ടിയ പോലെ, അവളെൻ്റെ കൂടെ ഉള്ളതുപോലെ. പോടാ. എടാ നിന്നോടെ കിടന്നുറങ്ങാൻ പറഞ്ഞേ. നാളെ ആന്റണിയുടെ കല്യാണത്തിന്റെ ട്രീറ്റിന് പോകാനുള്ളതാ. കിടന്നുറങ്ങാൻ നോക്ക്. അങ്ങനെ അളിയനും പെണ്ണ് കെട്ടി. അതെന്താടാ എനിക്ക് കിട്ടിയാല്? ഞാൻ ചുമ്മാ പറഞ്ഞാളിയാ. ദാണ്ടിരിക്കണ ഒരുത്തൻ 12 വർഷമായിട്ട് അവളുടെ പുറകെ കിടക്കുക. എന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. എന്നും രാവിലെ ഇരിക്കുമ്പോൾ വിചാരിക്കും അവളടുത്ത് ഇന്ന് ഇഷ്ടമാണെന്ന് പറയണം, ഇന്ന് ഇഷ്ടമാണെന്ന് പറയണമെന്ന്. പക്ഷേ അളിയ അവൾ അടുത്ത് വരുമ്പോൾ പേര് വരരുന്ന് വിറച്ചുകൊണ്ട് വരടെ. ദാണ്ടിരിക്കണ് അവളെ സഹോദരൻ. യവൻ വിചാരിച്ചാൽ മതിയല്ല അവളുടെ അടുത്തൊന്ന് പറയാൻ. യവൻ ഓസിനടിക്കാല നമ്മുടെ കൂടെ കയറി വന്നിട്ടുണ്ടോ? അളിയാ നീ അങ്ങനെ പറയരുത്. നീ ആദ്യം അവളടുത്ത് ഇഷ്ടമാണെന്ന് പറ, ബാക്കി നമുക്ക് നോക്കാം. നീ ഇപ്പോൾ ഒരു പെകൂടെ വഴി അത് നക്കിയാൽ മതി. വേണമെങ്കിൽ ഞാൻ കൂടെ വരാം. നമുക്ക് ഒരുമിച്ച് പറയാം കേട്ടാ. അയ്യോ വേണ്ട,
പണ്ട് 4 ബിയിൽ പഠിക്കുന്ന ലക്ഷ്മിയുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയാൻ എവനെയും കൊണ്ടൊന്ന് പോയതാ. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ മീശര കടയിൽ സിപ്പപ്പ് വാങ്ങാൻ പോയപ്പോൾ എവനും അവളും കൂടെ ആ മീശര കടയിൽ നിന്ന് പുളിമുട്ടായിനാണ്. അന്ന് നിർത്തിയതാ എവനെയും കൊണ്ട് പെണ്ണ് കാണാൻ പോക്ക്. ശാപം. പുളിമുട്ടായി തിന്നു എന്നുള്ള ശരിയാ, പക്ഷെ അടുത്ത ബസ് കയറാൾ വീട്ടിൽ പോയി, അതാരും കണ്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ കൂടെ വരണ്ട, എൻ്റെ കൂടെ രാജേഷ് വരും അല്ലേ? അതൊന്നുമല്ല, അളിയൻ്റെ മോൻ കാണുമ്പോൾ പിന്നെ പെമ്പിള്ളേരാരും നോക്കൂലല്ലോ. ഫേസ്ബുക്കിൽ ലക്ഷ്മി പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് എന്നെ കാണാൻ നിവിൻ പോളിയെ പോലെയാണെന്ന്. നിവിൻ പോളി എന്നായിരിക്കില്ല, നിവിൻ പൊള്ളി എന്നായിരിക്കും. എൻ്റെ പൊന്നളിയാ, നീ നാളെങ്കിലും പോയി അവളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറ, അല്ലെങ്കിൽ വേറെ ആമ്പിളർ അവളെ കൊണ്ടുപോകും. പിന്നെ കിടന്ന് കാണാഞ്ഞിട്ട് കാര്യമില്ല. അളിയ, അവൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി. നീ ഒരു കാര്യം ചെയ്യൂ, അവളുടെ അടുത്ത് ചെന്നിട്ടേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവളുടെ അടുത്ത് അമ്പലത്തിന് ബാക്കിലുള്ള പടിയില്ലേ, അവിടെ വരാൻ പറ, ഞാൻ അവിടെ കാത്തിരിക്കാം. പറ്റോ? വിട്ടോ വിട്ടോ വിട്ടോ. കുട്ടിയുടെ അടുത്ത് കുറച്ച് ദിവസമായിട്ട് ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കണം, പക്ഷെ ഞാൻ എന്താ അളിയാ നീ വിഷമിക്കരുത്. അവള് അവള് അവളാ വഴി ഇറങ്ങി പോടാ. അളി എവിടെ പോണു? ഇവളെ കൊണ്ടൊരു പടത്തിന് പോകണം. ഹായ് സുഖന്നെ. വണ്ടി ഒന്ന് എടുക്കട്ടെ. കുറച്ചും കൂടി ആവണുണ്ടായിരുന്നു. അപ്പൊ ഈ നെറ്റിപ്പെട്ടം കിട്ടിയ ആനയില്ലേ, സത്യം വീട്ടിൽ ഇത്ര തന്നോളൂ, കുറച്ചുകൂടി ഇടായിരുന്നു. എന്തുണ്ടടേ? നീങ്ങ വന്നേ ഒരു കാര്യം പറയട്ടെ. നീ പോരാവേ. അളിയാ കാണാൻ കൊള്ളുന്നുള്ള ഒരുപാട് പെമ്പിള്ളേർ നോക്കിയില്ലേ അളിയാ, എന്നിട്ട് ഈ നിൽക്കണ കൂറ കിട്ടിയാലോടാ. അതാണളിയാ ജീവിതം. അതൊക്കെ പോട്ട്, നീ എന്തിവിടെ? 12 വർഷമായില്ലിയ ഒരുത്തിയുടെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇന്നെങ്കിലും ഈ കത്തൊന്നും കൊടുക്കണം. അവളാണെങ്കിൽ ഒന്ന് മുഖത്ത് നോക്കണ പോലും ഇല്ല. യവൻ ഇതുവഴിയാണ് അവൾ വരണത്. ഇന്നെങ്കിലും ഈ കത്തൊന്നും കൊടുക്കണം. അത് നീ എന്ത് വേണോ ചെയ്. ഇന്ന് 5-ാം റിലീസാണ്. ഇന്നുകൊണ്ട് കയറിയില്ല ഈ മൂദേവി എന്നെ ചിലവയ്ക്കടിക്കും. നീ പോണോ? ഞാൻ നീ പോയിട്ട് പോന്നോ വരാം. അപ്പോ? പോയല്ലേ പറ്റൂ. അപ്പൊ ശരി മോളെ പോയാലോ? ബൈ. ഇന്നെങ്കിലും ഈ കത്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഈ പാലത്തിന്റെ മുകളിൽ ഞാൻ ചാടിച്ചാവും. ഈ പാലത്തിന്റെ മുകളിൽ നിന്നൊക്കെ ചാടിയാ ചാവോ? നീ വേറെ വല്ല ഐഡം നോക്കുന്നതായിരിക്കും നല്ലത്. അളിയാ അളിയാ എന്താടാ? അവള് വരണം. എന്നിടത്ത് ഈ കത്തെടുക്ക ആരാ പറഞ്ഞേ? ആ ചേച്ചിക്ക് എടുക്കാനുള്ള കത്താണല്ലേ? മക്കളൊരു കാര്യം ചെയ്യോ, ഈ കത്ത് ആ ചേച്ചിയുടെ കയ്യിലൊന്ന് കൊടുക്കണം. ചേട്ടൻ തന്നാണെന്ന് പറഞ്ഞാൽ മതി. നിനക്ക് ഞാൻ എന്ത് വേണം വാങ്ങിത്തരാം, ഐസ്ക്രീമോ ചോക്ലേറ്റോ എന്ത് വേണമെങ്കിലും. ഇതൊന്ന് കൊടുക്കോ? നാണയില്ലേ, പോത്തോലെ വളർന്നല്ലോ. ഇനിയിപ്പം ഞാൻ കൊടുത്തേക്കാം. ചേച്ചി ചേച്ചി, ആ ചേട്ടൻ തന്നതാ. അവള് പേടിച്ചളിയാ.
ചെറിയ വീട്. ആ എത്ര മോനെ? അയ്യോ എന്റെ കാലേ. അയ്യോ ഒന്ന് കാണാൻ വയ്യേ. നമ്മുടെ ഗേറ്റ് എന്താടാ നിനക്ക് നടക്കാനുള്ള? ആ ഇതാ ആരാടാ എന്റെ മോക്ക് പ്രേമലേനെ കൊണ്ട് ഇറങ്ങി വാടാ പട്ടി. എന്താടാ നിനക്ക് ചെവി ഇങ്ങോട്ട് ഇറങ്ങി വാടാ. വാടാ. ഡാ ദാ. വന്ന് എന്റെ തങ്കം കുടം പോലത്തെ മോക്ക് ഈ മാക്കാത്തവളെ പ്രേമലേഖനെ കൊടുത്തിരിക്കുന്നു. ഇറങ്ങി വാടാ. അതൊക്കെ എന്താടാ ചെവി കേട്ടൂടെ? നിന്റെ കാലിനകത്ത് ആരെങ്കിലും ഈ ഒഴുക്കി വെച്ചിട്ടുണ്ടോടാ? വിളിയെടാ. ഏയ് ഇറങ്ങി വാടാ. ഡാ ആ! നീ എന്റെ മോക്ക് പ്രേമലേഖനം കൊടുക്കുമല്ല ചേട്ടേ. ഇത് നീ ആയിട്ട് വന്നെടുക്കണോ അതോ ഞാൻ എടുക്കണോ? എനിക്ക് എഴുത്തും വായനയും അറിഞ്ഞൂടെന്ന് അറിഞ്ഞുകൊണ്ടല്ലടാ പട്ടി നീ പ്രേമലേഖനം കൊടുത്ത്. എന്താ കണ്ണും കൈയും കാണിക്കണം? പൊട്ടിച്ചിട്ട് ചോദിക്കാ. നീ പൊട്ടിക്കൊന്നും വേണ്ട മോനെ. പിന്നെ എന്റെ മന്ത്രിച്ചാരാടാ ഓപ്പിയാറും ചേർത്തെനിക്ക് ബലിയിടുന്നത്? നീ ഒന്നും ചെയ്യണ്ട. ഞാൻ ചോദിക്കുക ചേട്ടാ പട്ടി ഞാനായിരുന്നു അറിയോടാ. ഡാ വീട് കയറി വെട്ടും. വീട് കയറി അവൻ വിട്ടും. അവൻ വെട്ടിയില്ലെങ്കിൽ ഞാൻ ചെത്തും. എങ്ങനെ 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 ചെത്തും കേട്ടോ പട്ടി? അവന്റെ അമ്മയുടെ ഒരു കത്ത് എന്റെ മോളുടെ പിറകെ ഇനി നീ നടന്നെന്ന് ഞാൻ അറിഞ്ഞ കാല് എനിക്കില്ല ചെരുപ്പ് അവിടെ. ഇവിടെ നിക്കച്ചാ എടുത്തിട്ട് വരാം. ചെരുപ്പ് എന്നാലും നീ എന്റെ മോളെ എവിടെയാ നോക്കണേ? ചെലപ്പിടിയാ. നിനക്കടെ തള്ളണോ? തള്ളണ തള്ളണ തള്ളേ ചെറുപ്പ. അവന്റെ അമ്മയ്ക്ക് ശങ്ക ശങ്ക വരെ എന്നോട് വേണ്ടാതിരാൻ കാണിച്ച് തുടങ്ങി. വാച്ചാ പോവാം. എന്റെ അമ്മയുടെ ചെടി പോവാം പോവാം മതി. ഇനി എങ്ങാനും നീ എന്റെ മോളുടെ പിറകെ നടന്നെന്ന് ഞാൻ അറിഞ്ഞ ചേട്ടന്മാര് വീട്ടിൽ വെച്ചിങ്ങനെ വാളെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരും. എന്ത് പറ്റി? പട്ടി ഇനി എന്റെ മോളുടെ പിറകെ നടന്ന ഇനിയും വാളുകൾ വീശൂടെ കേട്ടോ? അശ്വിന് എന്താ പ്രശ്നം? പ്രശ്നത്തെ ചെയ്യാൻ നിൽക്കുന്നു പരച്ചേട്ട മനുഷ്യൻ അച്ഛനെ കൂടെ കൊണ്ടുപോടാ പൊന്നുമക്കളെ. അനു പന്ത്രണ്ട് കൊല്ലായി ഞാൻ നിന്റെ പിന്നാലെ നടക്കുക. എനിക്കിഷ്ടമാണെന്നുള്ള കാര്യം നിനക്കും അറിയാം. പക്ഷെ അറിയില്ല എന്നടിക്കുക. ഒരേ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ 12 കൊല്ലം നിന്റെ പിന്നാലെ നടന്നു, നിന്നെ മാത്രം സ്നേഹിച്ചു.
നേരിട്ട് പറയാൻ പേടിയായതുകൊണ്ടാണ് അന്ന് ആ കുട്ടിയുടെ കത്ത് കൊടുത്തു വിട്ടത്. അപ്പോൾ അത് അപ്പച്ചൻ്റെ കൂടെ തന്നെ തെറി വിളിപ്പിച്ചു. ഇനിയിപ്പോൾ സന്തോഷത്തോടെ പുറത്തിറങ്ങി നടക്കാമല്ലോ. വഴിയരികിലൊരു പട്ടിയെപ്പോലെ ഞാനുണ്ടാവില്ല. ഒന്ന് നിന്നേ. ഇയാൾ ഇഷ്ടമാണെന്ന് ഇതിനേക്കാൾ മുമ്പേ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതിനുള്ള ധൈര്യം ഇയാൾ കാണിച്ചില്ല. എന്നിട്ടൊരു കത്ത് കൊടുത്തു വിട്ടിരിക്കുന്നു. അതാണെങ്കിലും മുഴുവൻ അക്ഷരത്തെറ്റും. എൻ്റെ അച്ഛൻ ഇന്നലെ ഒരു കത്ത് കൊണ്ടുവന്നായിരുന്നു. അതെന്താന്ന് പോലും ഒന്ന് വായിച്ചു നോക്കില്ല അല്ലേ? മനസ്സുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്ക്. ഞാൻ പോട്ടെ. അഞ്ച് വർഷത്തിനുള്ളിൽ ഇയാൾ എത്ര തവണ എന്നെ നോക്കിയോ അതിൻ്റെ ഇരട്ടി ഞാൻ ഇയാളെ നോക്കിയിട്ടുണ്ട്. കാരണം ഇയാൾ എത്രമാത്രം എന്നെ സ്നേഹിച്ചു അത് ഞാൻ ഇയാളെ സ്നേഹിക്കുന്നതിൻ്റെ പകുതി വരില്ല. ഹലോ. ഇപ്പൊ സന്തോഷമായില്ലേ അളിയാ? ഞാനും അവളും കൂടി ഇന്നലെ അച്ഛനെ കൊണ്ടുവന്ന് കത്ത് മാറ്റി പകരം ഈ കത്തച്ച്. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. നന്ദിയും കുന്നിന്ന് വേണ്ട, മര്യാദയ്ക്ക് ഒരു കുപ്പി എടുത്ത് വൈകിട്ട് വെച്ചോണം. വൈകിട്ട് വന്നിട്ട് വീശാനുള്ളതാ. ആ അപ്പം ശരിയടാ, പിന്നെ കാണാം. ബാലൻസ് ഇല്ല. ഓക്കേടാ. ഈ പ്രണയം ചിലപ്പോഴെങ്ങനെയാണ്, നനച്ചിരിക്കാത്ത നേരത്തായിരിക്കും അത് തിരിച്ചു കിട്ടുക. ആ തിരിച്ചു കിട്ടൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാവും. കാരണം അവളെക്കാളധികം മറ്റൊന്നിനും ഞാൻ സ്നേഹിച്ചിട്ടില്ല.